ഹലോ മൈ ഡിയർ ചാമ്പ്യൻസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജെഇ മെയിൻസിൻ്റെ സെക്കൻഡ് ഫേസ് റിസൾട്ട് കഴിഞ്ഞു. എല്ലാവരും ഒന്ന് കൂൾ ഓഫ് ടൈമിലാണ് ഇപ്പോൾ, അല്ലേ? തലയൊക്കെ ഒന്ന് ടെൻഷനൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ജെഇ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമിനേഷനാണ് ബിറ്റ്സാറ്റ്. ബിറ്റ്സാറ്റിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ സാർ മുമ്പ് ചെയ്തിരുന്നു. ടിപ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അത് കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് കുറച്ച് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു. സാർ കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ബിറ്റ്സാറ്റ് 2024 എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അതിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, എക്സാം പാറ്റേൺ വ്യത്യാസം എന്താണ്, സിലബസിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ. അതുപോലെ എൻ്റെ കുറച്ച് സ്ട്രാറ്റജി, ഇപ്പം ഞാൻ 2010 വളരെ പണ്ടത്തെ ഒരു ടൈമാണ്. ആ സ്ട്രാറ്റജി തന്നെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഓൾമോസ്റ്റ് അത്രയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ബിറ്റ്സാറ്റിൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ബിറ്റ്സാറ്റ് 2024 എക്സാമിനേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് കൂടുതലാണ്. 3 മണിക്കൂർ 90 ക്വസ്റ്റൻ, അത് ജെഇ മെയിൻസ് ആയിരുന്നു. ഇവിടെ 3 മണിക്കൂർ 130 ക്വസ്റ്റൻ, 130 ക്വസ്റ്റൻസ് ഉണ്ട് മക്കളെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. അതിൽ ഫിസിക്സ് 30, കെമിസ്ട്രി 30, മാത്സ് 40. ഇനിയിപ്പോൾ ബി ഫാം ചൂസ് ചെയ്യണമെങ്കിൽ ബയോളജി ഓപ്റ്റ് ചെയ്യാം. ബയോളജിക്ക് 40 ക്വസ്റ്റൻസ് ആണ്. സോ മാത്സ് ഓർ ബയോളജി 40. അപ്പോൾ 30 ഫിസിക്സ്, 30 കെമിസ്ട്രി, 40 ബയോളജി ഓർ മാത്സ്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മാത്സ്. അപ്പോൾ 40 + 30 + 30 100 ക്വസ്റ്റൻസ് ആയി. പിന്നെ വരുന്നത് 20 ക്വസ്റ്റൻസ് ലോജിക്കൽ റീസണിംഗ് ആണ്. പിന്നെ 10 ക്വസ്റ്റൻ ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾ പറയും, സാർ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. ഇംഗ്ലീഷ് മാത്രമല്ല, ഈ കംപ്ലീറ്റ് സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ബൈ വേർഡ് ഇൻ ഡെപ്ത് സിലബസ് നമുക്ക് www.bitsadmission.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലുണ്ട്. അവിടെ ബിറ്റ്സാറ്റ് 2024 ബ്രോഷർ, ബിറ്റ്സാറ്റ് 2024 ബ്രോഷറിൻ്റെ ഒരു PDF നിങ്ങൾക്ക് കിട്ടും. അത് ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിൽ ബിറ്റ്സാറ്റ് എക്സാമിനേഷനെ കുറിച്ച് 2024 എക്സാമിനേഷനെ കുറിച്ച് എല്ലാം എഴുതിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ബേസിക്കലി കോളേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ എക്സാം പാറ്റേൺ, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 130 ക്വസ്റ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബൈ സബ്ജക്ട്, സ്പ്ലിറ്റ് ബൈ സബ്ജക്ട് എത്ര ക്വസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്കോളർഷിപ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കോളർഷിപ്സിനെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ബിറ്റ്സാറ്റ് 2024 എഴുതുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് സിലബസ്. ഇപ്പോൾ പ്രിപ്പറേഷനിലേക്കാണ് ഞാനിവിടെ ഈ സെഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ജെഇ മെയിൻസിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ബിറ്റ്സാറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു അൺഫോർച്ചുനേറ്റ് ന്യൂസ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ അത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല മക്കളെ. കാര്യം നിങ്ങൾക്കറിയാം, ബിറ്റ്സാറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ജെഇ മെയിൻസ് ലെവലിൽ ഒരു തട്ട് താഴത്താണ് നിൽക്കുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റൻസിന് എണ്ണം കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സിലബസ് കൃത്യമായിട്ട് നോക്കുക. ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പാർട്ട് 2 കെമിസ്ട്രി, അതായത് നമ്മൾ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പാർട്ട് 2 കെമിസ്ട്രി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്. ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ തന്നെ ബേസിക്കലി സോളിഡ് സ്റ്റേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സൊല്യൂഷൻസ് ചാപ്റ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റ് ഡിലീറ്റഡ് ആയിരുന്നു, സോളിഡ് സ്റ്റേറ്റ് ഡിലീറ്റഡ് ആയിരുന്നു. പക്ഷേ അത് രണ്ടും ഇവിടെ വരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം പഠിക്കണം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ അറ്റോമിക് സ്ട്രക്ചർ അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ്. പീരിയോഡിസിറ്റി, കെമിക്കൽ ബോണ്ടിങ് അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ്. തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയ അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ്. ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ടായിരുന്നതാണ്. കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ടായിരുന്നതാണ്. ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഇല്ലായിരുന്നു, ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ PDF ബ്ലോക്സ്, ബ്ലോക്ക് എലമെന്റ്സിൽ എസ് ബ്ലോക്ക് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, PDF ബ്ലോക്സും ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവരെല്ലാം കൊടുത്തിട്ടുണ്ട് എന്താ പഠിക്കേണ്ടതെന്നുള്ളത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ട്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. സ്റ്റീരിയോ കെമിസ്ട്രി അവർ സ്പെഷ്യൽ സെഗ്മെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ കെമിസ്ട്രിയിൽ കോൺഫോർമേഷൻസ് ഉണ്ട്. കോൺഫോർമേഷൻസിൽ ഈത്തൈൻ്റെ കോൺഫോർമേഷൻസ് ഉണ്ട്. ന്യൂമാൻ ആൻഡ് സോഹോസ് പ്രൊജക്ഷൻസ് പഠിക്കണം. അതേപോലെ ജോമെട്രിക്കൽ ഐസോമറിസം ഇൻ ആൽക്കീൻസ്, ജോമെട്രിക്കൽ ഐസോമറിസം ഇൻ ആൽക്കീൻസ് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ജോമെട്രിക്കൽ ഐസോമറിസം വേണമെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സിൽ ഉണ്ടാവാം. അപ്പോൾ ബേസിക്കലി അതിലല്ല ഫോക്കസ് കൊടുക്കേണ്ടത്, ആൽക്കീൻസിലെ ജോമെട്രിക്കൽ ഐസോമറിസത്തിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ബൈ വേർഡ് നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ. പിന്നെയുള്ളത് ഏതാണ്? ബയോമോളിക്യൂൾ ചാപ്റ്റർ, പോളിമേഴ്സ് ചാപ്റ്റർ. അതേപോലെ തന്നെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി ഉണ്ട്. ഓക്കെ, പിന്നെ തിയോറിറ്റിക്കൽ, അതായത് തിയോറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ കെമിസ്ട്രി. പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന വോളിമെട്രിക് അനാലിസിസ് ഉണ്ട്, സോൾട്ട് അനാലിസിസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലാബ് മാനുവലിലെ മിക്ക ടോപ്പിക്സും ഇവിടെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലയോഫിലിക്, ലയോഫോബിക് സോൾട്സിൻ്റെ എക്സ്പെരിമെൻറ്റ്സ്, അതേപോലെ തന്നെ ടൈട്രേഷൻ എക്സ്പെരിമെൻറ്റ്സ്, പ്യൂരിഫിക്കേഷൻ ടെക്നീക്സ്,
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് സോൾസ് വരുന്നുണ്ട്. സോ ഞാനിത് വായിച്ച് കേൾപ്പിക്കാൻ കാര്യം നമുക്ക് എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ സിലബസ് ഇവിടെ കവർ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ എല്ലാം പറയാൻ നിന്നാൽ കുറേ ടൈം എടുക്കും. നിങ്ങൾ തന്നെ ഇതൊന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ബിറ്റ്സാറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സാർ ഇത് എവിടെ നിന്ന് പഠിക്കും? ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് യൂട്യൂബിൽ ഇപ്പോൾ സൈലത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ എടുത്തത് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സൈലത്തിൽ എൻറോൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ കുറേ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ധീര ബാച്ച് സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ ഓൾറെഡി സോളിഡ് സ്റ്റേറ്റ്, സർഫസ് കെമിസ്ട്രി എന്ന ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഡിലീറ്റഡ് ആണ് എന്നറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ലെക്ചേഴ്സ് ലാസ്റ്റ് ഇയർ ഒക്കെ എടുത്തത് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ മതി. കാര്യം ഇതിൽ നിന്നൊക്കെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒബ്വിയസ്ലി അഡ്വാൻസ് ലെവലിൽ വരില്ല ബിറ്റ്സാറ്റിൽ. ഓക്കെ, വളരെ മിനിമൽ, വളരെ ഈസി ആയിട്ടേ വരുള്ളൂ. പക്ഷെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈസി സ്കോറിംഗ് ആണ്. അപ്പോൾ ഡിലീറ്റഡ് പോർഷൻസ് ഞാൻ പഠിക്കില്ല എന്ന് വിചാരിക്കേണ്ട. ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ സിലബസ് നല്ലോണം അറിഞ്ഞിരിക്കുക. അത് കെമിസ്ട്രിയുടെ മാത്രമല്ല, ഫിസിക്സ് ആയാലും ശരി, മാത്സ് ആയാലും ശരി, ഇനിയിപ്പോൾ ബയോളജി ആയാലും ശരി. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ലോജിക്കൽ റീസണിങ്ങും അവർ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യം വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇംഗ്ലീഷ് ആൻഡ് ലോജിക്കൽ റീസണിങ് നേരെ ട്യൂഷൻ പോകണോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല മക്കളെ. നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇപ്പം നമ്മൾ ആദ്യത്തെ പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, സിലബസ് എങ്ങനെയാണ് നോക്കേണ്ടത്. ബിറ്റ്സിൻ്റെ www.bitsadmission.com പോവുക, ആ ബ്രോഷർ ഡൗൺലോഡ് ചെയ്യുക. അതിൽ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എക്സാം പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ബേസിക്കലി നമ്മൾ കിടക്കുന്നത് ഈ വീഡിയോസ്, സിലബസ് കവർ, ഡിലീറ്റഡ് പോർഷൻസ് കവർ ചെയ്യണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്, ഡിലീറ്റഡ് പോർഷൻസ് കവർ ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മോക്ക് ടെസ്റ്റ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ചെയ്യാൻ നോക്കുക. പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നിങ്ങൾക്കിപ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിലും വെബ്സൈറ്റിൽ കിട്ടും. അതായത് വിത്ത് ടൈം. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടിയില്ല, നിങ്ങൾക്കിപ്പോൾ PDF ആണ് കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ ടൈം വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. കാര്യം ബിറ്റ്സിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്പീഡ് അനുസരിച്ച്, അതിന് സ്പീഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 130 ക്വസ്റ്റൻ ഉണ്ടല്ലോ. അപ്പോൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് എടുക്കാതെ ചെയ്യാൻ നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് എക്സാമിനേഷൻ ഹാളിൽ പോയിരുന്ന് ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ ഇരുന്ന് അത്രയും സീരിയസ്നെസ്സിൽ ഇരുന്ന് ചെയ്യാൻ നോക്കുക. മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. നിങ്ങൾക്കറിയാം ബിറ്റ്സ് പിലാനി എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ അത്രയും സീരിയസ്നെസ് തന്നെ ഇവിടെ കൊടുക്കുക. ഓക്കെ, JEE മെയിൻസിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പ്രസക്തിയില്ല. ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോളേജിലേക്കുള്ളൊരു എക്സാമിനേഷനാണ്. അപ്പോൾ ഇതിന് നല്ലൊരു പ്രിപ്പറേഷൻ തന്നെ നിങ്ങൾ കൊടുക്കുക. അത്രയും പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അത്രയും സീരിയസ്നെസ്സോടുകൂടി തന്നെ മോക്ക് ടെസ്റ്റ് കൊടുക്കാൻ നോക്കുക മക്കളെ. പിന്നെ സ്പീഡിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആക്യുറസി മാത്രമല്ല, സ്പീഡ് ഇസ് ഓൾസോ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടിപ്സ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒക്കെ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോർമുലാസിൽ, ബിറ്റ്സാറ്റിൻ്റെ പ്രിപ്പറേഷന് ഫോർമുലാസിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഇപ്പോൾ JEE എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റ് സാധാരണ ചില ഫോർമുലാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹാളിൽ തന്നെ ഡിറൈവ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കും. കാര്യം കുറച്ചും കൂടി ടൈം അവൈലബിൾ ആണല്ലോ. പക്ഷെ അത് ബിറ്റ്സാറ്റിൽ അതിൻ്റെ സമയമില്ല. ബിറ്റ്സാറ്റിന് അങ്ങനെ ഒരു ഡിറൈവ് ചെയ്തെടുക്കാനുള്ള സമയമൊന്നുമില്ല. പെട്ടെന്ന് ഫോർമുലാസ് അപ്ലൈ ചെയ്ത് ടക്ക് എന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അപ്പോൾ ഫോർ ദാറ്റ് ഫോർമുലാസ് നന്നായിട്ട് റീകളക്ട് ചെയ്യാൻ നോക്കുക, മെമ്മറൈസ് ചെയ്യാൻ നോക്കുക. എല്ലാ ഫോർമുലാസും, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഫോർമുലാസും. അതേപോലെ തന്നെ അത് അപ്ലൈ ചെയ്യേണ്ട ഏരിയാസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ ഇഷ്ടം പോലെ ഫോർമുലാസ് ഉണ്ട് അല്ലേ. സോൾട്ട് ഹൈഡ്രോളിസിസ്, ബഫർ, അതേപോലെ തന്നെ എന്താ പറയുക, സോലിബിലിറ്റി പ്രോഡക്റ്റ്, ഇഷ്ടംപോലെ ഫോർമുലാസ് ഉണ്ട്. അതൊക്കെ എവിടെയാണ് പ്ലഗ് ഇൻ, pHൻ്റെ ഫോർമുലാസ്, അതൊക്കെ എവിടെയാണ് പ്ലഗ് ഇൻ ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റൻ ആണ് വരുന്നത്. ഡീപ്പായിട്ട് ഡെപ്തിൽ ക്വസ്റ്റൻസ് ചെയ്യാൻ നിൽക്കണ്ട. ഇൻഫാക്ട് പ്രീവിയസ് ഇയർ JEE മെയിൻസ് ക്വസ്റ്റൻസും ചെയ്യാൻ നിൽക്കണ്ട. പ്രീവിയസ് ഇയർ ബിറ്റ്സാറ്റ് ക്വസ്റ്റൻസ് തന്നെ ഫോക്കസ് ചെയ്യുക. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, പ്രീവിയസ് ഇയർ ബിറ്റ്സാറ്റ് ക്വസ്റ്റൻസ് തന്നെ ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക. എവിടേക്കാണ് തെറ്റിപ്പോയത്, എവിടേക്കാണ് എനിക്ക് സ്പീഡൊന്ന് കുറവുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് സ്പീഡ് കൂട്ടാനുള്ളത്, അത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക. ഇത് 4th പോയിന്റ് ആണ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ആ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക. ഓക്കെ, അത് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത മോക്ക് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് വന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് വന്നാലാണ് നിങ്ങൾക്ക് സ്പീഡ് കുറവുള്ളത്. ഫോർ എക്സാമ്പിൾ JEE മെയിൻസിന് സാമാന്യം നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് എന്തായാലും എല്ലാ ക്വസ്റ്റൻസും ചെയ്യാൻ പറ്റും. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റൻസും ചെയ്യാൻ പറ്റും ബിറ്റ്സാറ്റില്ല. പക്ഷെ അത് ആ കൃത്യം സമയത്തിനുള്ളിൽ ചെയ്യണം. അപ്പോൾ സ്പീഡ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ ക്വസ്റ്റൻസും ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റും ബിറ്റ്സാറ്റില്ല. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സ്പീഡ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സാറ് പറയുന്നത് ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾക്ക് സ്പീഡ് ഉള്ളത്, ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾക്ക് സ്പീഡ് കുറവുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് നിങ്ങൾ ചെയ്ത പേപ്പർ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. എന്നിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോ ഫോർ ദ നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ്.
അതിപ്പോൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ എക്സ്ട്രാ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഡിലീറ്റഡ് പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ബുക്സിൽ നിന്നൊക്കെ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൈലത്തിൻ്റെ മെറ്റീരിയൽ തന്നെ ഇപ്പോൾ ലെവൽ 1 എക്സസൈസസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓരോ എന്താ പറയുക, ഈ ഡിലീറ്റഡ് പോർഷൻസിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാര്യം അതിന് മാത്രമേ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അല്ലെങ്കിൽ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തതാണ്. അതിന് ഇപ്പോൾ എക്സ്ട്രാ തിയറി വായിക്കാനൊന്നും നിൽക്കൊന്നും വേണ്ട. നിങ്ങൾ ബേസിക്കലി മോക്ക് ടെസ്റ്റിൽ കൂടെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഡിലീറ്റഡ് പോർഷൻസിൻ്റെ മാത്രം ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്താ പറയുക കണ്ടുപിടിച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ടൈം വെച്ചിട്ട് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാൻ നോക്കുക. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഇത് അൾട്രാ ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷൻ ആണ് എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് തന്നെ പോവുക. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷൻ ആണ്, എക്സ്ട്രീംലി പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബിറ്റ്സാറ്റ് ക്ലിയർ ചെയ്താൽ. സോ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ എക്സാമിനേഷൻസും ഈ സ്ട്രാറ്റജീസും അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾ JEE മെയിൻസിന് കൊടുത്ത അതേ ഇമ്പോർട്ടൻസ് തന്നെ ഇവിടെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സൂപ്പർ ഡൂപ്പർ ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക മക്കളെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിറ്റ്സിൻ്റെ ആ ബ്രോഷർ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് അത് കൃത്യമായിട്ട് സിലബസ് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതായിരിക്കണം ഫസ്റ്റ് ഡ്യൂട്ടി. അത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ മക്കളെ. ബെസ്റ്റ് ഓഫ് ലക്ക്. ലവ് യു ഗൈസ്. ബൈ.